എല്ലാവർക്കും ന്യൂജൻ മാത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. അപ്പോൾ ഇന്നലെ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തന്ന ചോദ്യമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ ഏതായിരുന്നു? ആംഗിൾ PDC എന്ന് പറയുമ്പോൾ P മുതൽ D മുതൽ C വരെയുള്ള ആംഗിൾ ഏതാണ്? ഇവിടുത്തെ ആംഗിൾ ആയിരുന്നു കണ്ടുപിടിക്കേണ്ട. ആംഗിൾ PDC ഇവിടുത്തെ ആംഗിളായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. എന്തായിരുന്നു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം? ഈ ത്രികോണം എന്ന് പറയുന്നത് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് പച്ച കളറിൽ വരച്ച ഈ ത്രികോണത്തിൻ്റെ പേരെന്തുമായിരുന്നു മക്കളെ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം എന്നാണ് പറഞ്ഞിരുന്നത്. എന്താണ് സമഭുജ ത്രികോണം എന്ന് വെച്ചാൽ? എല്ലാ സൈഡും ഈക്വലായിട്ടുള്ളവ എന്നാണ് അർത്ഥം. എല്ലാ വശങ്ങളും അതടക്ക് കോണുകളും എന്തുമായിരിക്കും? തുല്യം. അങ്ങനെയുള്ള ട്രയാങ്കിളിൻ്റെ പേരാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമായിരുന്നു ഇതിൻ്റെ അകത്തെ ആംഗിൾ, എല്ലാ ആംഗിളും ഈക്വൽ ആവണമെങ്കിൽ ഇവിടെ 60 ഡിഗ്രി, ഇവിടെയും 60 ഡിഗ്രി, ഇവിടെയും എന്ത് വന്നു? 60 ഡിഗ്രി. കണ്ടോ? 60 60 60 വരുന്നൊരു ത്രികോണമാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. നമുക്ക് ആ ആംഗിൾ അല്ല വേണ്ടത്, അതിൻ്റെ ഇപ്പുറത്തെ ആംഗിളാണ് വേണ്ടത്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു ഈ പറയുന്ന വലിയ ചിത്രം എന്താണ്? ABCD ഒരു സാമാന്തരികമാണ്, പാരലലോഗ്രമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പാരലലോഗ്രം അല്ലെങ്കിൽ സാമാന്തരികത്തിൻ്റെ എതിർകോണുകൾ എന്തുമായിരിക്കും മക്കളെ? തുല്യമാണ്. അപ്പോൾ ഇവിടെ 100 ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് മുഴുവനും എത്രയാണ് വരേണ്ടത്? ഇതേപടി 100 വരണം. അങ്ങനെയല്ലോ നമ്മൾ പഠിച്ചേക്കുന്ന ഏതിൻ്റെ കേസിൽ? പാരലലോഗ്രം, സാമാന്തരികം. അപ്പോൾ ഇവിടെ 60 ഉണ്ട്. അപ്പോൾ ബാക്കി എത്ര വരും മക്കളെ? ബാക്കിയുള്ള ആംഗിൾ, ബാക്കി വരുന്ന ആംഗിൾ, ഈ ആംഗിൾ എത്ര വരും? 40 വരും. എന്നാലേ 100 ആകത്തോളൂ. ആ 40 ഡിഗ്രി അല്ലയോ നമുക്ക് കണ്ടുപിടിക്കേണ്ടിരുന്നത്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്ര? 40 ഡിഗ്രി. ആംഗിൾ PDC എത്ര? 40 ഡിഗ്രി. കണ്ടോ? ഇതെല്ലാം നിങ്ങളുടെ ചാപ്റ്റർ 1ൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് കൃത്യമായി ഈ ചോദ്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിൽ കുറിച്ചിട്ടേക്കണം. ഇങ്ങനെയൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടേ. അപ്പം മറന്നു പോരുത്. ന്യൂജൻ മാത്ത് എന്ന ചാനൽ ഇതൊക്കെയുണ്ട്, പഠിക്കണം. പഴയ ചോദ്യങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ ആ വീഡിയോസും കണ്ട് പഠിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ചോദ്യം, അപ്പോൾ തന്നിരിക്കുന്നതാണ് ചോദ്യം. എന്താണ് ചോദ്യമൊക്കെ കണ്ടോ? ഒന്നും പേടിക്കേണ്ട, ഉത്തരം കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ എന്താണ് പറഞ്ഞേക്കുന്നത്? PQRS ഒരു സമചതുരമാണ്. PQRS എന്ന് പറഞ്ഞേക്കുന്നത് ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയറാണ്. എന്താണ്? സ്ക്വയറാണ്. അപ്പോൾ സ്ക്വയറിൻ്റെ പ്രത്യേകതകൾ മനസ്സിൽ വേണം. സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും ഈക്വലാണ്. അതിൻ്റെ മൂലയിലുള്ള കോണുകൾ എത്രയാണ്? കോണുകൾ എത്ര എന്നാണ് പിന്നെ ചിന്തിക്കേണ്ടത്. കോൺ എത്രയെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ആംഗിളുകൾ എത്ര വരുന്നത്? 90 ഡിഗ്രിയാണ്. എല്ലാ മൂലയിലും റെക്റ്റാങ്കിളിൻ്റെ കൂട്ട്, നമ്മൾ പഠിച്ചു ചതുരത്തിൻ്റെ കൂട്ട് 90 ഡിഗ്രിയാണ് എവിടെയും വരുന്നത്? സ്ക്വയറിലും വരുന്നത്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത്? അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. APയും BQവും സമാന്തര വരകളാണ്. കണ്ടല്ലോ, പാരലൽ ലൈൻസ് ആണ്. ഈ AP എന്ന് പറയുന്നതും BQ എന്ന് പറയുന്ന ഈ രണ്ട് വരയും പാരലലാണ്, കൂട്ടിമുട്ടൂല, സമാന്തര വരകളാണെങ്കിൽ ആംഗിൾ BQP ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? BQP അല്ലെങ്കിൽ ഈ ആംഗിൾ, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട് കണ്ടോ, ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പം നിങ്ങൾ നോക്കി പടത്തിലോട്ട് നോക്കാം. നമുക്ക് വേണ്ടത് ഏത് ആംഗിൾ? ഈ ആംഗിളാണ് വേണ്ടത്. അതവിടെ നിൽക്കട്ടെ. ഈ P എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടോ? P എന്ന പോയിന്റ്, ഈ പോയിന്റിന് ചുറ്റുമുള്ളതാ ഇവിടെ 130 ഉണ്ട്, ഇവിടെ 90 ഉണ്ട്. അപ്പോൾ എത്ര ആയി? 220 ഡിഗ്രിയായി. അപ്പോൾ ബാക്കി താഴത്തെ ആംഗിൾ എത്ര ആയിരിക്കും എന്ന് ചോദിച്ചാൽ എങ്ങനെ കിട്ടും? 360 ഒരു പോയിന്റിന് ചുറ്റും എത്ര ഡിഗ്രി ഉണ്ട്? 360. അപ്പോൾ ആ 360ൽ നിന്ന് 220 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 140 ഡിഗ്രി കിട്ടും. എത്ര കിട്ടും? 140. അപ്പോൾ തൊട്ട് താഴെയുള്ളത് ഈ ടോട്ടൽ ആംഗിൾ എത്ര വരും? 140 ഡിഗ്രി കിട്ടും. എന്ത് കിട്ടും? 140 ഡിഗ്രി. ഇനി നിങ്ങൾക്കറിയാം ഈ AP എന്ന് പറയുന്നതും ഈ BQ എന്ന് പറയുന്നത് എന്താണ്? പാരലലാണ്, സമാന്തരമാണ്. ഇത് സമാന്തരമാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിങ്ങനെ കട്ട് ചെയ്ത് നീണ്ടുപോകുമല്ലോ. അതുകൊണ്ട് ഇത് രണ്ട് സമാന്തരമാണ്, ഇതിനെ കട്ട് ചെയ്യുന്ന ലൈനാണിത് എന്നറിയാം. അങ്ങനെയാണ് ഈ രണ്ട് ആംഗിളുകൾ കണ്ടോ, ഈ ക്വസ്റ്റ്യൻ മാർക്കും 140ഉം ഈ രണ്ട് ആംഗിളുടെ പ്രത്യേകത എന്തോ? 140ഉം ക്വസ്റ്റ്യൻ മാർക്കും ഈ രണ്ട് ആംഗിളുടെ പ്രത്യേകത എന്തോ?
കോ ഇൻറ്റീരിയർ ആംഗിളാണ്, അല്ലെങ്കിൽ ആന്തര സഹകോണാണ്, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയ 180 കിട്ടണം. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ എത്ര വരും മക്കളെ, ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ എത്ര വരും മക്കളെ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം എത്ര വരും എന്ന് ചോദിച്ചാൽ 40 ഡിഗ്രി ആയിരിക്കും വരുന്നത്. എത്രയായിരിക്കും വരുന്നത്? 40 ഡിഗ്രി. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്ര ആയിരിക്കും? 40 ഡിഗ്രി. എന്തുകൊണ്ടാണ്? ആന്തര സഹകോണം എന്ന് ഞാൻ പറഞ്ഞു. 140 കൂടെ കൂട്ടിയ 180 വരണം കേട്ടോ. അതുകൊണ്ടാണ് 40 ഡിഗ്രി. ഓക്കെയാണ്. അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഹോംവർക്ക് കൃത്യമായി ചെയ്യണം. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറയണം. നാളത്തെ 7 മണിയുടെ ഈ ക്ലാസ്സിൽ, ലൈവല്ല അല്ലാത്ത വീഡിയോ ക്ലാസ്സിൽ ഞാൻ ഉത്തരം പറയും. അപ്പോൾ അതും കാണുക. അങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ചോദ്യങ്ങളായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് പഠിച്ചെടുത്തുകൊണ്ട് നമ്മുടെ പരീക്ഷയ്ക്ക് നല്ല അതുപോലെ പഠിച്ച് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കാം. ലൈവ് ക്ലാസ്സുകളും മറ്റതും ഒക്കെ എൻ്റെ ഇടയിൽ കൂടെ ഞാൻ പഠിപ്പിച്ചോളാം. നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കണം, ഇപ്പോൾ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും കാണണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.